Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള നിറച്ച് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 2.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു മീഡിയം സൈസ് പീസായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാത്ത പിന്നീട് ചേർക്കാം. നമ്മൾ ഇതിനകത്ത് ഒട്ടും മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പോരാത്ത പിന്നീട് ചേർക്കാം. പിന്നെ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇപ്പോൾ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. പോരാത്തത് നമുക്കതും പിന്നീട് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഒത്തിരി അങ്ങ് പുളിയുള്ള തൈര് എടുക്കരുത്. ചെറിയ തോതിൽ പുളിയുള്ള നല്ല കട്ടിയായിട്ടുള്ള തൈര് വേണം. വെള്ളം അധികം പാടില്ല. വെള്ളം കുറച്ചുള്ള നല്ല കട്ടിയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ആ ചിക്കൻ പീസിലെല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. നന്നായിട്ട് എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ പീസിലേക്കെല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതിയോളം വെന്ത് കിട്ടും. പകുതി കൂടുതൽ വേകും. പിന്നെ നമ്മൾ ബാക്കി ഉരുളിയിലിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഉരുളി ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ചേർക്കേണ്ടത്. വേറെ ഓയിലൊന്നും ശരിയാവില്ല. ഇതൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും തേങ്ങയാണ് ഈ ഒരു ചിക്കൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കുടം വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞോ ചതച്ചോ എടുത്തത് ചേർത്ത് കൊടുക്കാം. പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ, അല്ലെങ്കിൽ ചതച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോള കൂടുതൽ ചേർക്കണം. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സവോള ആണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 6 എണ്ണമെങ്കിലും വേണ്ടി വരും. 2.5 കിലോ ചിക്കൻ്റെ കണക്കാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 15 പച്ചമുളക് വരെ ചേർക്കാം. ഞാനിപ്പോൾ 12 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്, സവോള വാടാനും മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സവോള വാടി വരണം. ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് പോരാത്ത പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ മസാലയെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ കുക്കറിൽ വെച്ചപ്പോൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ് ഇത്രയും. ഇനി ഇതുൾപ്പെടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേറെ വേവിച്ചിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ചേർക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ഏകദേശം ഒരു പകുതി മുക്കാൽ ഭാഗം വേവേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് വേവിക്കാതെ ഡയറക്റ്റായിട്ട് ചേർക്കുന്നത്. ഒത്തിരി വലിയ പീസായിട്ടുമല്ല ഉരുളക്കിഴങ്ങ് മുറിച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് കിടന്ന് എല്ലാം പിടിച്ചു വരുമ്പോഴേക്കും വെന്ത് വന്നോളും. പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന്
നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങും വെന്ത് വരും, ചിക്കനിലേക്ക് എല്ലാ മസാലയും പിടിച്ചും വരും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങിലേക്കും മസാലയെല്ലാം നന്നായി പിടിച്ച് കിട്ടും ഇങ്ങനെ വേവിക്കുമ്പോഴേക്കും. ഇനി അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ചെറിയ തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറഞ്ഞു പോകരുത്. തേങ്ങ, വെളിച്ചെണ്ണ, പിന്നെ സവോള, ഇത് 3 നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി വരും ചിക്കനിലേക്ക് പിടിച്ച്. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഇട്ടങ്ങ് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് എല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി പിടിച്ച് കഴിയുമ്പോൾ അവസാനമായിട്ട് ഇതിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ചൂടാക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെയും അതുപോലെ പച്ച വെളിച്ചെണ്ണയുടെയും ടേസ്റ്റ് ഇതിന് മുന്നിട്ട് നിൽക്കും. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടുതൽ വേവിക്കാൻ പാടില്ല. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പം, ഇടിയപ്പം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.